വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സമുദ്രങ്ങളിലൂടെ എന്ന 10ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ SCERT ക്ലാസ്സസുമായിട്ടാണ് ഇപ്പോൾ തുടരെയായി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഭാഗങ്ങൾ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് നേരിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നമുക്ക് അതാത് ചാപ്റ്റർ അതാത് ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോകാൻ നോക്കാം. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൻ്റെ 71% എന്താണുള്ളത്? ജലമാണുള്ളത്. സമുദ്രങ്ങളായിട്ടും കായലുകളായിട്ടും തടാകങ്ങളായിട്ടും നദികളായിട്ടും അരുവികളായിട്ടും അതുപോലെ ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിങ്ങനെ വിവിധ ജലസ്രോതസ്സുകളായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നത്? ജലം നിലനിൽക്കുന്നത്. ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഉണ്ട്, അതുപോലെ ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നു. ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉപരിതലത്തോട് ചേർന്ന് തന്നെ ഭൂമിക്ക് ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്? ഭൂഗർഭ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്നത്. എന്താണ് ജലമണ്ഡലം എന്ന് പറയുന്നത്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലത്തെയാണ് നമ്മൾ പറയുന്നത്? ജലമണ്ഡലം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള അവസ്ഥയിൽ? ഖരമായിട്ടും ദ്രാവകമായിട്ടും വാതകമായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗങ്ങളിലും അന്തരീക്ഷത്തിലും കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം എന്നറിയപ്പെടുന്നത്. ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്ന് പോവാത്തത്. ഇനി ജലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ 3 വേർഡ്സ് പഠിക്കാണ്ട് അല്ലേ? ബാഷ്പീകരണം, അതുപോലെ തന്നെ ഘനീകരണം, വർഷണം എന്നീ 3 അപ്പോൾ എന്താണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ? ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഇവാപൊറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഘനീകരണം. വായുവിലെ ജലബാഷ്പം തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്. അതായത് നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്. അടുത്തതാണ് വർഷണം. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആണ്: ബാഷ്പീകരണം, ഘനീകരണം, വർഷണം. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ്. ഘനീകരണം എന്ന് പറഞ്ഞാൽ വായുവിലെ ജലഭാംശം തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ്. അതായത് നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം എന്ന് പറയുന്നത്. ഈ വർഷണം എന്ന് പറഞ്ഞാൽ ഈ തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പം അതുപോലെ ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വർഷണം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായി മാറുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിൻ്റെ മറ്റു രൂപങ്ങളാണ്. വർഷണത്തിലൂടെ മേഘത്തിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയയിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വേർഡ്സ് പഠിച്ചു. ഒന്ന് ജലമണ്ഡലം എന്ന് പറയുന്നത്. എന്താണ് ജലമണ്ഡലം എന്ന് പറഞ്ഞാൽ? അതാത് ക്ലാസ്സിൽ പഠിച്ചിട്ട് പോകാനുള്ളതുകൊണ്ട് വീണ്ടും പറയുന്നത്. ജലമണ്ഡലം എന്ന് പറഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലായിട്ടും അന്തർഭാഗത്തിലായിട്ടും അന്തരീക്ഷത്തിലായിട്ടും, അതായത് നീരാവിയായി അല്ലെങ്കിൽ മേഘങ്ങളായിട്ട് അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഉള്ളിലുള്ള ഉറവകളായിട്ട് അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജലം, അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ കാണപ്പെടുന്ന ജലത്തെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്? ജലമണ്ഡലം എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അതിൽ ഘനീകരണം അതിന് ഉദാഹരണമാണ് എന്ന് പറയുന്നത്?
നീരാവി ഘനീകരിച്ചിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞല്ലേ. മേഘങ്ങൾ, അതുപോലെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവ എന്തിൻ്റെ രൂപങ്ങളാണ്? ഘനീകരണത്തിൻ്റെ രൂപങ്ങളാണ്. അപ്പോൾ ഘനീകരണത്തിൻ്റെ രൂപങ്ങൾ ചോദിച്ചു പറഞ്ഞാൽ മൂടൽമഞ്ഞ്, തുഷാരം, മേഘം എന്നിവയാണ്. മൂടൽമഞ്ഞ്, തുഷാരം, മേഘം ഘനീകരണത്തിനുള്ള ഉദാഹരണമാണ്. ഇനി വർഷണത്തിന് ചോദിക്കുകയാണ് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, മേലിൽ നിന്ന് താഴത്തേക്ക് പതിക്കുന്നതാണെന്ന് പറഞ്ഞു. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ എന്തിന് ഉദാഹരണമാണ്? വർഷണത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ജലപരിവൃത്തി എന്ന് പറഞ്ഞാൽ? ജലപരിവർത്തി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ബാഷ്പീകരണം, ഘനീകരണം, വർഷണവും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. ഇത് ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതിനെയാണ്, ഇത് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജലപരിവൃത്തി എന്ന് പറയുന്നത്. മേലെ ആ ചിത്രത്തിൽ, ടെക്സ്റ്റിലെ ആ ചിത്രത്തിൽ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ജലപരിവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഭൂമിയിൽ എത്ര ശതമാനത്തോളമാണ് ജലം ഉള്ളത് എന്ന് പറഞ്ഞാൽ 71% ജലം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ ഭൂമിയിലെ ജലത്തിൻ്റെ 97% ഉള്ളത് ലവണജലമാണ്. എന്ത് ജലമാണ്? ലവണജലമാണ്. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 3% മാത്രമാണ്. അപ്പോൾ മൊത്തം 71%ലും 97% എന്ന് പറയുന്നത് എന്താണ്? ലവണജലമാണ്. അതിൽ വെറും 3% മാത്രമാണ് എന്തുള്ളൂ? ശുദ്ധജലം ഉള്ളൂ. ആ 3%ൽ 68.7% ഹിമപാളികളിലും ഹിമാനികളിലെയും ജലമാണ്. അതുപോലെ 30.1% ഉള്ളത് എവിടെയാണ്? ഭൂഗർഭ ജലത്താണ്. ഇനി ഉപരിജലത്തിൽ 0.3% മാത്രമാണ് ഉള്ളത്. മറ്റുള്ളവയിൽ 0.9% എന്തുള്ളത്? ശുദ്ധജലം കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഭൂമിയിലെ ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 3%. അതിൽ ഭൂരിഭാഗം ഉള്ളത് എവിടെയാണ്? ഹിമപാളികളിലും ഹിമാനികളിലുമാണ് ഉറഞ്ഞു കിടക്കുന്നത്. ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, വളരെ പരിമിതമാണ്. അതുപോലെ തന്നെ ഈ ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ്. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അവ കൂടാതെ തന്നെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ സമുദ്രം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാണ് ലോക സമുദ്ര ദിനം? ജൂൺ 8 ലോക സമുദ്ര ദിനം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക നമ്മൾ വർഷം പഠിക്കുമ്പോൾ. ജൂൺ 8 ലോക സമുദ്ര ദിനം. എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ജൂൺ 8 എന്ന് പറയുന്നത്. ജൂൺ 8 എന്നാണ് ലോക സമുദ്ര ദിനമാണ്. അപ്പോൾ എന്താണ് ഈ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്ത്? സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ത്? കടലുകളും ഉൾക്കടലുകളുമെല്ലാം. സമുദ്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സമുദ്രശാസ്ത്രം എന്ന് അറിയപ്പെടുന്നു. ഓഷ്യാനോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രജലത്തിൻ്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്ര പഠനം സഹായിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നു. അപ്പോൾ സമുദ്ര പഠനം എന്ന് പറയുന്നത് എന്താണ്? സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രാഫി എന്ന് പറയുന്നത്. ലോക സമുദ്ര ദിനം എന്നാണ് ജൂൺ 8. അപ്പോൾ ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടലുകളും ഉൾക്കടലുകളൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? അത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ് കടല്, എന്താണ് ഉൾക്കടല് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കടല്? ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. ഉദാഹരണം അറബിക്കടൽ. അതായത് ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കടൽ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് അറബിക്കടൽ. ഇനി എന്താണ് ഉൾക്കടൽ എന്ന് പറയുന്നത്? കരഭാഗത്തിനുള്ളിലേക്ക് കയറിക്കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. സമുദ്രഭാഗം കരഭാഗത്തിലേക്ക്, കണ്ടില്ലേ, കരഭാഗത്തിനുള്ളിലേക്ക് കയറിക്കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉൾക്കടൽ എന്ന് പറയുന്നത്. ഈ കരഭാഗത്തിനുള്ളിലേക്ക്
കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. ഉദാഹരണമാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കടൽ എന്ന് പറഞ്ഞാൽ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. കടലിന് ഉദാഹരണം അറബിക്കടൽ. ഇനി ഉൾക്കടൽ കരഭാഗത്തിനുള്ളിലേക്ക് കടക്കുന്ന സമുദ്രഭാഗങ്ങളാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. ഉദാഹരണം ബംഗാൾ ഉൾക്കടൽ. ഇനി എന്താണ് കടലിടുക്ക് എന്ന് പറയുന്നത്? കടലിടുക്ക് എന്നാൽ രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. ഉദാഹരണം പാക് കടലിടുക്ക്. പാക് കടലിടുക്ക് എവിടെ കാണപ്പെടുന്നത്? നമുക്ക് ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലായിട്ടാണല്ലോ കാണപ്പെടുന്നത്. അതായത് രണ്ട് കടലുകളെയോ അല്ലെങ്കിൽ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ്. ഈ വീതി കുറഞ്ഞ സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് കടലിടുക്ക് എന്ന് പറയുന്നത്. ഉദാഹരണമാണ് പാക് കടലിടുക്ക്. ഉദാഹരണം ഏതാണ്? പാക് കടലിടുക്കാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ്. അവിടെ വ്യക്തമായിട്ട് എല്ലാത്തിനും അവർ എന്ത് തന്നിട്ട് നമുക്ക് ഗ്രാഫ് അല്ലെങ്കിൽ മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ, ഭൂപടം തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ വൻകരകളെ കുറിച്ച് പറഞ്ഞു. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിങ്ങനെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? വൻകരകളെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം, ദക്ഷിണ സമുദ്രം എന്നിങ്ങനെയുള്ള സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പോയിന്റ് നിമോ എന്ന് പറയുന്നത്. പോയിന്റ് നിമോ എന്ന് പറയുന്നതാണ് കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത്. ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിൽ അധികം സഞ്ചരിക്കണം. തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നിമോ പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. പോയിന്റ് നിമോ എവിടെയുള്ളത്? പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പസഫിക് സമുദ്രത്തെക്കുറിച്ച് നോക്കാം. പസഫിക് ലോകസഞ്ചാരിയായ ഫെർഡിനൻഡ് മെഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. ഈ വാക്കിന് ശാന്തം എന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചത്. ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം ഏതാണ്? അത് പസഫിക് സമുദ്രമാണ്. ജലോപരിതലത്തിൻ്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. ഫിലിപ്പീൻസ്, ജപ്പാന്, ഹവായി, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ സമൂഹങ്ങൾ. പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ പസഫിക് സമുദ്രം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏതാണ്? പസഫിക് സമുദ്രത്തെ കുറിച്ചിട്ടാണ്. അതിന് ആ പേര് നൽകിയത് ആരാണ്? മെഗല്ലനാണ് അതിന് ആ പേര് നൽകിയത്. അപ്പോൾ ഏറ്റവും ആഴമേറിയതും അതുപോലെ ഏറ്റവും വലുതുമായ സമുദ്രമാണ് എന്തെന്ന് പറയുന്നത്? പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൻ്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രം എന്ത് ചെയ്തിട്ടുണ്ട്? ആവരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്, പസഫിക് സമുദ്രത്തിലാണ്. ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, ജപ്പാന്, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയൊക്കെയാണ് ഈ പസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമുള്ളത് എവിടെയാണ്? ഈ പസഫിക് സമുദ്രത്തിലാണ്. അത് പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഏത് സമുദ്രത്തിൻ്റെ സവിശേഷതയാണ് എന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ ആ പസഫിക് സമുദ്രത്തിന് ചുറ്റുമായിട്ടാണ് ഏഷ്യ, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള വൻകരകളെല്ലാം നമുക്ക് ആ ഇത് നോക്കിയാൽ കാണാൻ കഴിയുന്നത് അല്ലേ, ആ ഭൂപടം നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അടുത്തതാണ് അറ്റ്ലാന്റിക് സമുദ്രം. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്സിനോട് സാമ്യമുള്ളതാണ് ഇത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഉള്ളത്.
സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്ലൂട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലുത് പസഫിക്കാണ്. രണ്ടാമത്തെ ഏതാണ്? അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. എസ് ആകൃതിയിലാണ് എന്ത് കാണപ്പെടുന്നത്? അറ്റ്ലാന്റിക് സമുദ്രം കാണപ്പെടുന്നത്. ആ മാപ്പിൽ നോക്കിയാൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പിൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? അറ്റ്ലാന്റിക് സമുദ്രം കാണാൻ കഴിയുന്നത് അല്ലേ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയാണിത്. ഇതിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നത്. പ്ലൂട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ആയ ദ്വീപുകളാണ് ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും തുടങ്ങിയവ. അടുത്തതാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? 3-ാം സ്ഥാനമാണുള്ളത് അല്ലെ. ആ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമായിട്ട് ഏതൊക്കെ വൻകരയാണ് കാണപ്പെടുന്നത്? ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക എന്നിവയ്ക്ക് നടുക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ പറഞ്ഞു കടൽ എന്നതിൻ്റെ ഉദാഹരണമാണ് എന്തെന്ന് പറഞ്ഞു? അറബിക്കടൽ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഉൾക്കടലിന് ഉദാഹരണമാണ് എന്തെന്ന് പറഞ്ഞു? ബംഗാൾ ഉൾക്കടൽ എന്ന് പറഞ്ഞു. ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ ജാവ ട്രെഞ്ച്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപുകൾ, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മലാക്ക കടലിടുക്ക് എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ളതും അതുപോലെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതുമായ സമുദ്രമാണ് എന്ന് പറഞ്ഞു. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞു. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത് ജാവ ട്രെഞ്ചാണ്. നമ്മൾ ഓരോന്നിലും ഓർത്തു വയ്ക്കണം ഏതാണ് ആഴമേറിയ ഭാഗം എന്ന്. പസഫിക് സമുദ്രത്തിൽ നമ്മൾ പറഞ്ഞു മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് എന്ന് പറഞ്ഞു. അറ്റ്ലാന്റിക്കിൽ നമ്മൾ പറഞ്ഞു പ്ലൂട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴമേറിയ ഭാഗം ഏതാണ്? അത് ജാവ ട്രെഞ്ചാണ്. അതുകൂടാതെ അവിടെ കാണപ്പെടുന്ന ദ്വീപ സമൂഹങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവയെല്ലാം. അടുത്ത് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് മലാക്ക കടലിടുക്ക് എന്ന് പറഞ്ഞ. എന്താണ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 2 കടലുകളെയോ അല്ലെങ്കിൽ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സമുദ്രത്തെയാണ് ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്ക്? ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്തതാണ് ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ആർട്ടിക് ഒഴികെ എല്ലാ സമുദ്രങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിൽ വലുപ്പത്തിന് 4-ാം സ്ഥാനമാണുള്ളത്. ഗോൾഡ്മാൻ ഹേഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാസ്റ്റോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഗർത്തം. അപ്പോൾ ദക്ഷിണ സമുദ്രത്തിലെ ആഴമേറിയ ഗർത്തമാണ് സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തം എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രമാണ് ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത്. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന് വലുപ്പത്തിന് എത്രാം സ്ഥാനമാണുള്ളത്? 4-ാം സ്ഥാനമാണ് ഉള്ളത്. അവിടുത്തെ ഗർത്തമാണ്
ഏറ്റവും ആഴമേറിയ ഗർത്തമാണ് സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തം എന്ന് പറയുന്നത്. അടുത്തതാണ് ആർട്ടിക് സമുദ്രം. ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഭൂരിഭാഗവും മെയിനുള്ളിലായിട്ടുള്ളത് ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ആർട്ടിക് സമുദ്രം കാണപ്പെടുന്നത്. ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തര ധ്രുവമുള്ളത്. എവിടെയാണുള്ളത്? ഉത്തര ധ്രുവമുള്ളത് എവിടെയാണ്? ആർട്ടിക് സമുദ്രത്തിലാണുള്ളത്. ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. വർഷത്തിൽ ഭൂരിഭാഗവും ഇവിടെ മഞ്ഞുറഞ്ഞ അവസ്ഥയിലാണ്. മൊല്ലായ് ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. മൊല്ലായ് ഗർത്തമാണ്. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം. ഏതിൻ്റെയൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവയുടെ വടക്കേ അതിർത്തിയാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമുദ്രങ്ങൾ പറഞ്ഞു അല്ലേ? ഈ സമുദ്രങ്ങൾ പറയുമ്പോൾ എത്ര സമുദ്രങ്ങൾ നമ്മൾ പറഞ്ഞു? 5 സമുദ്രങ്ങൾ പറഞ്ഞു. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ ദക്ഷിണ സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിങ്ങനെ പറഞ്ഞു. അതിൽ ഏറ്റവും വലുതാണ് പസഫിക് സമുദ്രം, രണ്ടാമത് അറ്റ്ലാന്റിക്, മൂന്നാമത് ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ ദക്ഷിണ സമുദ്രം, പിന്നെ ആർട്ടിക് സമുദ്രം എന്നിവയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓരോന്നിലും വലിപ്പമേറിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പസഫിക്കിലെ വലിപ്പമേറിയ ഭാഗമാണ് മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക്കിലെ വലിപ്പമേറിയ ഭാഗമാണ് പൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഭാഗം ഏതാണ്? അത് ജാവ ട്രെഞ്ചാണെന്ന് പറഞ്ഞു. ദക്ഷിണ സമുദ്രത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഭാഗമാണ് സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തം എന്ന് പറയുന്നത്. അവസാനം ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഭാഗമാണ് മെല്ലോയ് ഗർത്തം എന്ന് പറയുന്നത്. അതായത് ഈ ആർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതും അതുപോലെ തന്നെ ആഴം കുറഞ്ഞതുമായ സമുദ്രമാണ്. ഇനി ഓരോ സമുദ്രത്തിലെയും ദ്വീപുകളുടെ പേരും നമ്മൾ പറഞ്ഞു അല്ലേ? ഇതിലൊരു ആക്ടിവിറ്റി തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഓരോന്നിൻ്റെ പേരും എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ. പിന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകളാണ് ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും എല്ലാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമുക്കറിയാമല്ലേ ഏതൊക്കെയാണ്? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവയൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇനി ദക്ഷിണ സമുദ്രത്തിലെ ദ്വീപുകൾ ഏതൊക്കെയാണ്? ഗോൾമാനും ഹേഡ് എന്നിവയുമാണ് ദക്ഷിണ സമുദ്രത്തിലെ ദ്വീപുകൾ എന്ന് പറയുന്നത്. ആർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അത് മൊത്തത്തിൽ ജലമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ ഭൂരിഭാഗം ആർട്ടിക് വൃത്തത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സമുദ്ര ജലവും ചലനങ്ങളും എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് സമുദ്രജലവും ചലനങ്ങളും എന്നുള്ളത്. കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ചലനമാണ് തിരമാലകൾ. കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉയർച്ച താഴ്ചകൾ സൃഷ്ടിക്കുന്നു. ജലോപരിതലത്തെ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായി തിരമാലകൾ ഉണ്ടാകുന്നത്. സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ ഈ ഉയർച്ച താഴ്ചകളാണ് തിരമാലകൾ. കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് തിരമാലകളുടെ വലുപ്പവും വർദ്ധിക്കുന്നു. സമുദ്ര ജലനിരപ്പ് നിശ്ചിത ഇടവേളകളിൽ ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ എന്ന് പറയുന്നത്. സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റം എന്നും താഴുന്നതിനെ വേലിയിറക്കം എന്നും പറയുന്നു. സമുദ്രത്തിനുള്ളിലൂടെ നദികൾ ഒഴുകുന്നുണ്ട്. സമുദ്രജലം കിലോമീറ്ററുകളോളം നദികളെ പോലെ സമുദ്രത്തിനുള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിൽ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. എല്ലാ സമുദ്രങ്ങളിലും എന്തുണ്ട്? ഈ സമുദ്രജല പ്രവാഹമുണ്ട്. അപ്പോൾ സമുദ്ര ചലനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? തിരമാല എന്ന് പറയുന്നത്. ഈ തിരമാല എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്? കാറ്റ് സൃഷ്ടിക്കുന്ന ഊർജ പ്രവാഹങ്ങൾ സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ഉയർച്ച താഴ്ചകളാണ് എന്തെന്ന് പറയുന്നത്? തിരമാലകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുമ്പോൾ തിരമാലയുടെ വലിപ്പം എന്ത് ചെയ്യും? അവിടെ വർദ്ധിക്കപ്പെടും. ഇനി എന്താണ് വേലിയിറക്കം അതുപോലെ വേലിയേറ്റം എന്ന് പറയുന്നത്? സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റം എന്നും താഴ്ന്നതിനെ എന്തെന്നും പറയും? വേലി ഇറക്കം എന്നും പറയും.
അതുപോലെ സമുദ്രത്തിനടിയിലൂടെ നദികളെ പോലെ സമുദ്രത്തിൻ്റെ ജലനിരക്ക് ഒഴുകുന്നുണ്ട്. ഒരേ ദിശയിൽ നിശ്ചിത പാതയിലൂടെ തുടർച്ചയായി ജലം ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത്. ഇനി എന്താണ് വേലിയേറ്റ വേലിയിറക്കങ്ങൾ എന്ന് പറഞ്ഞാൽ? ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം, അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും. എന്തിൻ്റെ ഗുരുത്വാകർഷണ ബലം മൂലം? ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം, അതുപോലെ അപകേന്ദ്ര ബലം എന്നിവ കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറയുന്നത്. ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ഭൂമിയിലെ മറ്റു സമുദ്രഭാഗങ്ങളിൽ വേലി ഇറക്കവും അനുഭവപ്പെടും. അപ്പം എങ്ങനെയാണ്? ഭൂമിയിൽ ചന്ദ്രന് അഭിമുഖമായി വരുന്ന വശത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും, അതിൻ്റെ തന്നെ വിപരീത വശത്ത് എന്തുണ്ടാവും? അപകേന്ദ്ര ബലത്താലും ഒരേ സമയം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ഭൂമിയിലെ മറ്റു സമുദ്രഭാഗങ്ങളിൽ എന്താ ഉണ്ടാവുക? വേലിയിറക്കമാണ് ഉണ്ടാവുക. ഇനി എന്താണ് സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ? സമുദ്രങ്ങളിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസമാണ് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത്. കാറ്റ്, സമുദ്രജലത്തിൻ്റെ ഊഷ്മാവിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ലവണത്വത്തിലെ വ്യത്യാസങ്ങൾ, ഭൂമിയുടെ ഭ്രമണം തുടങ്ങിയവ സമുദ്ര ജലപ്രവാഹങ്ങൾക്ക് ചില കാരണങ്ങളാണ്. അപ്പോൾ സമുദ്ര ജലപ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പാതയിലൂടെ സമുദ്രജലം തുടർച്ചയായി ഒഴുകുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ സമുദ്ര ജലപ്രവാഹം എന്ന് പറയാം. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാറ്റ്, സമുദ്രജലത്തിൻ്റെ ഊഷ്മാവിലുണ്ടാവുന്ന വ്യത്യാസം, ലവണത്വത്തിലെ വ്യത്യാസം, ഭൂമിയുടെ ഭ്രമണമൊക്കെ സമുദ്ര ജലപ്രവാഹത്തിന് ഉദാഹരണമാണ്. എല്ലാ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിലും ധാതു ലവണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നാൽ സമുദ്രജലത്തിലെ ലവണങ്ങളുടെ അളവ് പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് സമുദ്രജലത്തിന് ഉപ്പ് രസമുള്ളത്. ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളുടെയും മൊത്തം അളവാണ് എന്തെന്ന് പറയുന്നത്? ലവണത്വം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യർ സമുദ്രങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു. മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും സമുദ്രം പ്രദാനം ചെയ്യുന്നു. രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നു. ആഗോള താപനത്തെ നിയന്ത്രിക്കുന്നതിനും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും സമുദ്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മലിനീകരണമാണ് സമുദ്രത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം. രാസവസ്തുക്കളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും സമുദ്രത്തിൽ എത്തിച്ചേരുന്നതും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. സമുദ്രങ്ങളെ മാത്രമല്ല, നദികൾ, തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളെയും മലിനീകരണം ബാധിക്കുന്നു. സൂക്ഷ്മജീവികൾ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവിവർഗങ്ങളും വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും അടങ്ങിയ സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ജലത്തിൻ്റെ ദുരുപയോഗവും മലിനീകരണവും ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാഴ്ത്തിയിരിക്കുകയാണ്. അതിനാൽ ജലസംരക്ഷണത്തിനായി നമുക്ക് കൈകോർക്കാം. ഭൂമി എന്നും ജലഗ്രഹമായി തന്നെ തുടരട്ടെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് മാത്രം ഓർക്കുക. ആദ്യം നമ്മൾ എല്ലാ സമുദ്രങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിനു മുമ്പ് തന്നെ നമ്മൾ ലോക സമുദ്ര ദിനം ജൂൺ 8-നാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജലപരിവൃത്തി പറഞ്ഞു. അതുപോലെ ബാഷ്പീകരണം, ഘനീകരണം, വർഷണം, ഘനീകരണത്തിനുള്ള ഉദാഹരണമായ മൂടൽമഞ്ഞും തുഷാരവും മേഘവും പറഞ്ഞു. വർഷണത്തിന് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവയാണ് ഉദാഹരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജലമണ്ഡലത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് കടൽ, എന്താണ് ഉൾക്കടൽ, എന്താണ് കടലിടുക്ക് എന്നിവയും നമ്മളിതിൽ പറഞ്ഞു. പസഫിക് സമുദ്രത്തെക്കുറിച്ചും അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ദക്ഷിണ സമുദ്രം, ആർട്ടിക് സമുദ്രം, അവയിലെ ഗർത്തങ്ങൾ ഏതൊക്കെയാണ്, ദ്വീപുകൾ ഏതൊക്കെയാണ്, വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് എന്നും പറഞ്ഞു. സമുദ്ര ചലനങ്ങളിൽ നമ്മൾ തിരമാലയും വേലിയേറ്റവും വേലിയിറക്കവും സമുദ്ര ജലപ്രവാഹങ്ങളുമാണ് പറഞ്ഞത്. ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ചാപ്റ്ററുമായി ഞാൻ വരുന്നതായിരിക്കാം. SCRTയുടെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് തീർക്കേണ്ടതാണ്. കാരണം ഏതൊരു എക്സാം എടുത്താലും ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.